ശ്രദ്ധിക്കുക, നിങ്ങൾ പെർഫോം ചെയ്യണ്ട, വെറുതെ വന്ന് ഇവിടെ നിന്നാൽ മാത്രം ഒരു സമ്മാനം തരാം. ഒന്നല്ല, 2 പേർക്ക്, ഒരു ലേഡിക്ക്, അതുപോലെ തന്നെ മറ്റൊരു സമ്മാനം ഒരു പുരുഷന്. ഇവിടെ ഉള്ള ആളുകൾ ശ്രദ്ധിക്കുക, സംഭവം ഇതാണ്. ഈ കൂട്ടത്തില് ആദ്യം ഏറ്റവും കൂടുതൽ താടിയുള്ള ഒരു ചേട്ടന് സമ്മാനം കൊടുക്കുക എന്നാണ് സംഘാടകർ പറഞ്ഞിട്ടുള്ളത്. നീണ്ട താടി, കൂട്ടത്തിൽ നീണ്ട താടിയുള്ള ചേട്ടൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സമ്മാനം കയ്യോടെ വാങ്ങിച്ചിട്ട് പോവാം. വെറുതെ പറയാനല്ല, സമ്മാനം ശരിക്കും ഉണ്ട്. താടി ഒന്ന് നോക്കിയേ, സംഘാടകർക്ക് പ്രശ്നമില്ല. സ്റ്റൈലിഷും നീണ്ട താടിയുള്ള ഞാൻ കുറെ ആൾക്കാർ ഇവിടെ കാണുന്നുണ്ട്. ആദ്യം വരുന്ന ആൾക്കാർ സമ്മാനം. ആരൊക്കെ ഇവിടെ വരാൻ പോകുന്നത്? ആദ്യമല്ല, താടിക്കുള്ള ആൾക്കാരുണ്ട്. നല്ല താടിയുള്ള ചേട്ടനാണ് നമ്മൾ ആദ്യത്തെ ഗിഫ്റ്റ് കൊടുക്കുന്നത്. സമ്മാനം എന്റെ കയ്യിൽ റെഡിയാണ്. പുള്ളി കൊണ്ടുപോയി തോന്നുന്നത്. ഇതിന് കൂടുതൽ താടി ആർക്കെങ്കിലുണ്ടോ? നമുക്ക് മത്സരാർത്ഥി ഉണ്ട്. ഇതിൽ കൂടുതൽ താടിയുള്ള ആരെങ്കിലും ഉണ്ടോ? പുള്ളിക്ക് താടി മീശയൊക്കെ കൂടുതലാണ്. ചേട്ടാ, you can come up to the stage please. ഏറ്റവും കൂടുതൽ താടിയുള്ള പുള്ളിനെ ചാലഞ്ച് ചെയ്യാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? വേണ്ട, പുള്ളിനെ ചാലഞ്ച് ചെയ്യാൻ. കണ്ടോ, സദ്യ കഴിക്കാൻ പോയിരുന്നെങ്കിൽ ഓണത്തിന്റെ ഏറ്റവും കൂടിയ താടിയുള്ള ഇത് ചാലഞ്ച് ചെയ്യാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? Is there anyone? ഇല്ല, ഇത് നവീനയുടെ മുടി വെച്ച് ചാലഞ്ച് ചെയ്യേണ്ടി വരും. ഇത് രണ്ടും സെയിം ആണ്. അവിടെ എനിക്കിട്ട് പണി. ഒരു റാംബാക്ക് നടക്കുന്നോ? വെറുതെ ചെയ്യണം. Come on. ഒരു റാംബാക്ക് നമുക്ക് പോവാം. എന്തായാലും ഇത്രയില്ല. ഒരു മ്യൂസിക് വെച്ച് കൊടുത്തേ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ലേഡീസിന് വേണ്ടിയിട്ടുള്ളൊരു സമ്മാനം തരാട്ടോ. റെഡി? ഒന്ന് മ്യൂസിക് ഇട്ട് കൊടുത്തേ. കൂട്ടത്തിൽ നമ്മുടെ ഒരു കൈയടി കൊടുത്ത എല്ലാവരും. പുള്ളി സദ്യ കഴിക്കാൻ പോവാനിരുന്നതാണ്. റെഡി? പോയിക്കോ. നല്ലൊരു കൈയടി കൊടുത്തേ. അടിപൊളി. ആ കണ്ണട വെച്ചിട്ട് കയറുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മുടെ ആം ജോബ്സ് അക്കാദമി ഓണത്തിന് പവർഡ് ബൈ ഹെക്സാബ്ലൂവിന്റെ സ്പെഷ്യൽ ഓഡിയൻസിനുള്ള സമ്മാനത്തിൽ കൂടുതൽ താടിക്കുള്ള സമ്മാനം പേര് ഞാൻ വിട്ടു. ഷാനി, കൺഗ്രാറ്റുലേഷൻസ്. ഇനി ലേഡീസിനുള്ളതാണ്. താങ്ക് യു സോ മച്ച്. കൂട്ടത്തില് നിലവിൽ ഇവിടെ ഉള്ളതിൽ ഏറ്റവും നീളമുള്ള കാർക്കൂന്തൽ മുടിയുള്ള ലേഡിക്ക് ഒരു സമ്മാനം കൊടുക്കാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഈ കൂട്ടത്തിൽ ഏറ്റവും നീളമുള്ള, ഇതിപ്പോ ഏറ്റവും നീളമുള്ള ആള് വന്നില്ലെങ്കിൽ വരുന്നതിൽ നീളമുള്ള ആൾക്ക് സമ്മാനം കൊടുക്കാവുന്നതാണ് കമ്മിറ്റിയുടെ തീരുമാനം. ഏറ്റവും കൂടുതൽ നീളമുള്ള മുടി. നമുക്ക് ഇവിടെ വന്ന് ഒരു റാമ്പ് വാക്ക് ഒക്കെ ചെയ്യാം. അപ്പൊ ഒരു 3-4 പേരെ അതിൽ നിന്നും ആ മുടിയുടെ നീളം നോക്കി നിങ്ങൾ തന്നെ വിന്നർ ആരാണെന്ന് പറയണം. ഇതിൽ നമ്മൾ ഇടപെടുന്നില്ല. ഇതിന് പ്രത്യേക ജഡ്ജും ഇല്ല, അവർക്ക് ഫെലിസിറ്റേഷനും ഇല്ല. അപ്പൊ കേറുവാ. കുറച്ച് മുടി ഉണ്ടെന്ന് തോന്നുന്ന 1-2 ലേഡീസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും ഒരാളെ. വേറെ ആരെങ്കിലും ഉണ്ടോ? കുറച്ച് നീളമുള്ള മുടി. കേറി വന്നിട്ട് നോക്കാം നമുക്ക് ബാക്കി. ഇത് വെറുതെ കിട്ടുന്നൊരു സമ്മാനമാണ്. ഇന്നലെ ഇക്ക മുടി വെട്ടാൻ പറഞ്ഞിട്ട് പോയില്ല, അതുകൊണ്ട് നന്നായി ഒരു സമ്മാനം കിട്ടി. വാ, അവിടെ പലർക്കും മടിയാണ്. നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. നമ്മുടെ മത്സരാർത്ഥികൾ വരൂ, എനർജറ്റിക് ആയിട്ട് വരൂ. കമോൺ. അഴകേറിയ കാർക്കൂന്തലുള്ള we have amazing ladies here. Please come to the stage, please. Come on. That's okay, you come. No, fine. ആ 2 പേര് വന്നിട്ടുണ്ട്. ഇനിയും ആരെങ്കിലും വരാനുണ്ടെങ്കിൽ അത് നോക്കാം. അല്ലെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഇവരെക്കാളും ഒരു പൊടിക്ക് നിങ്ങൾ അവിടെ ചർച്ച ചെയ്ത് നിന്നിട്ട് കാര്യമൊന്നുമില്ല. മുടിക്ക് നീളം ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരണം. ഒരു സ്പെഷ്യൽ പ്രൈസ് ഇതാ നവീനയുടെ കയ്യിലുണ്ട്. ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് ആർക്കെങ്കിലും കൊടുത്തേ പറ്റുള്ളൂ. 2 പേരുള്ളൂ. അപ്പൊ ഇതില് ഓൾറെഡി എവിഡന്റ് ആണ് ആരാണ് വിന്നർ എന്നുള്ളത്. ഇനി ഇല്ലല്ലോ, കൊടുക്കട്ടെ, പ്രൈസ് കൊടുക്കട്ടെ. ആരാ? ഇവിടുന്ന് കാണുന്നില്ല. വരുന്നുണ്ടോ?
വരാൻ പറ. വേഗം വാ. ആ വഴി കയറി വാ. 3 പേരും ഒന്ന് ഒരുമിച്ച് നിന്നിട്ട് ഇതിൽ നിന്ന് ഇവര് പറയുന്ന ആൾക്ക് നമുക്ക് സമ്മാനം കൊടുക്കാം. നിങ്ങൾ ഒരു റാമ്പ് വാക്ക് ചെയ്യാം. റാമ്പ് വാക്ക് വേണ്ട, പ്രശ്നമില്ല, അവിടെ നിന്നോ. നിങ്ങളുടെ മുടി നമുക്ക് 4-മതൊരാൾ വന്നിട്ടുണ്ട്. We have some amazing ladies here. ഒരു കയ്യടി കൊടുക്കട്ടോ. ഈ 3 എണ്ണത്തില് ഇനി കൂടുതൽ മുടിയുള്ള ആളുകൾ ഇനിയിപ്പോ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇതിൽ നിന്നൊരു പ്രൈസ് കൊടുക്കാം. ഇതിലിപ്പോ ഒരാൾക്ക് പ്രൈസ് കൊടുക്കാമല്ലോ. ആർക്ക് കൊടുക്കണം? സെന്റർ. താങ്ക് യു സോ മച്ച്. പേര് നീനയാണ് ഇന്നത്തെ ആ ഒരു. താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് എ സ്പോട്ട്. താങ്ക് യു. കണ്ടോ, സ്പെഷ്യൽ പ്രൈസ് സമ്മാനം കൊടുക്കുന്ന ഓഡിയൻസിന്റെ ഗെയിമില് നീനയ്ക്കാണ് ഇന്നത്തെ സമ്മാനം. ഒന്ന് കൈയടിച്ചെല്ലാവരും. അപ്പോൾ നീളമുള്ള കാർക്കൂന്തൽ ആ വഴിക്ക് ഒരു സ്പെഷ്യൽ സമ്മാനം കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, ആ ടങ് ട്വിസ്റ്റേഴ്സ് നമുക്കൊന്ന് മടക്കി വെക്കണം. മറ്റൊരു ഫെലിസിറ്റേഷൻ ചടങ്ങിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. നേരത്തെ നമ്മുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു, ബാറ്റിൽ ഓഫ് യങ് ബ്ലഡ്സ്. സോ അതിന്റെ ജഡ്ജസിന് അവർക്ക് നമ്മുടെ ഒരു സ്നേഹം കൊടുക്കുന്ന, ഒരു ടോക്കൺ ഓഫ് ലവ് കൊടുക്കുന്ന ഒരു മൊമെന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ജിഹാൻ, സോ BOB യങ് ബ്ലഡ്സ് ജഡ്ജസിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഐ വുഡ് ലൈക്ക് ടു കോൾ സുഹൈന ആൻഡ് നൂർ ഓൺ സ്റ്റേജ്. സുഹൈന ആൻഡ് നൂർ. കയറിക്കൂ. And judges Miss Alize and Fahim Farid, can we have you on stage? ബാറ്റിൽ ഓഫ് യങ് ബ്ലഡ്സിൽ 4 ടീമും നല്ല ഗംഭീരമായിട്ട് മത്സരിച്ചു. അതിന്റെ സ്കോർ കൂടി ആഡ് ഓൺ ചെയ്തിട്ട് ഇത് കഴിയുമ്പോൾ ഓവറോൾ സ്കോർ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ ഏത് ടീമാണ് മുൻപിൽ എന്നുള്ള കാര്യം ഈ ഒരു ബാറ്റിൽ ഓഫ് യങ് ബ്ലഡിന്റെ സ്കോർ കൂടി ആഡ് ചെയ്തിട്ട് അവിടെ ഭയങ്കര കാൽക്കുലേഷൻ നടക്കുകയാണ്, അവർ കൊണ്ടുതരും. Alize has already received, but you will collect the photo with him. Come in front. കൈയടിച്ചെല്ലാവരും ക്ഷണം സ്വീകരിച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ആൻ അമേസിംഗ് സപ്പോർട്ട്. യങ് ബ്ലഡിന്റെ ബാറ്റിലിന് ഹരിച്ചും കുണിച്ചും തിരിച്ചും മറച്ചും കൃത്യമായിട്ട് മാർക്കിട്ട നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ജഡ്ജസ്. അലീസെ, 2 വാക്ക് സംസാരിച്ചോ? നേരത്തെ നമ്മളോട് അലീസയ്ക്ക് ഒരു 1-2 കാര്യം. കൂടുതൽ ഓഡിയൻസ് ഉണ്ട്. ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഐ തിങ്ക് റേഡിയോ അല്ലെങ്കിൽ മീഡിയ ലോകത്ത് തന്നെ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, UAE അല്ലെങ്കിൽ പ്രവാസി മലയാളികൾക്ക് ഓണം ക്രിസ്മസ് വരെയാണ് അല്ലേ. അപ്പോൾ നവംബർ സമയത്തൊരു ഓണം, ഞാനിന്നൊരു ഓണപരിപാടിക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിക്കും, ഈ സമയത്ത് ഓണോ? പക്ഷേ ഓണം എന്ന് പറയുന്നത് നമുക്ക് മലയാളികൾക്ക് ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് നമുക്ക് ബ്രീത്ത് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഓണപരിപാടികളിൽ നിന്നും കിട്ടുന്നൊരു സുഖം. എല്ലാവരും ഇവിടെ ബ്യൂട്ടിഫുൾ ആ ഒരു വൈബിൽ തന്നെയാണ് നിൽക്കുന്നത്. മാത്രമല്ല രാവിലെ നടന്ന ഇവൻറ്റ്സ് ആണെങ്കിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികളാണെങ്കിലും ഇറ്റ് ഈസ് സോ നൈസ് ടു സീ. ആൻഡ് സത്യം പറഞ്ഞാൽ കോളേജിൽ ഞാൻ പോയിട്ടില്ലെങ്കിലും ഇത്തരം കോളേജ് അലുമിനൈസൊക്കെ യുനോ ഒരു ഗ്രൂപ്പിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നതായിട്ടല്ല എനിക്ക് തോന്നുന്നു ഒരു കംപ്ലീറ്റ് കമ്മ്യൂണിറ്റിയിൽ സപ്പോർട്ട് നൽകുന്ന അലുമിനൈസ്. ഐ തിങ്ക് MES കുറ്റിപ്പുറം, ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ദം and for supporting each other and for showing each other's talent. എന്നെ ഇവിടെ ആക്ച്വലി ഇൻവൈറ്റ് ചെയ്തത് നാജിഹത്താണ്. താങ്ക് യു സോ മച്ച് ഫോർ ദി ഇൻവൈറ്റ്. ഇങ്ങനെ ഒരു ഇവൻറ്റിൽ വരാനും ജഡ്ജ് ചെയ്യാനും എനിക്ക് സാധിച്ചതിൽ, നേരത്തെ ഷാഫി പറഞ്ഞ കൗണ്ടർ പോലെ തന്നെ കണക്കിൽ ഞാൻ മോശമായിരുന്നെങ്കിലും നല്ല മാർക്കുകൾ ഞാൻ എല്ലാവർക്കും ഇട്ടിട്ടുണ്ട്. ഐ ഹാവ് ട്രൈഡ് ടു ബി ആസ് ജനറസ് ആസ് പോസിബിൾ വിത്ത് മൈ മാർക്സ്. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, എന്നെ അറിയുന്നവർ എത്ര പേരുണ്ടെന്ന് അറിയില്ല, പക്ഷേ റേഡിയോ ഏഷ്യ 94.7 FM ഞാൻ RJ ആയിരുന്നു.
ഒരു 4 years അവിടുത്തെ മോർണിംഗ് ഷോ ഹോസ്റ്റായിട്ട് ഉണ്ടായിരുന്നു. സോ RJ അലീസ എന്ന് അറിയുന്നവരുണ്ടാവാം. അതുകൂടാതെ ഇപ്പോൾ ഞാൻ ഒരു ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് മാനേജറാണ് അറ്റ് യൂസുഫ് ബൈ പെർഫ്യൂംസ്. യൂസുഫ് ബൈനെ അറിയാത്തവർ കുറവായിരിക്കും. സോ അവിടെയാണ് ഞാൻ ഫുൾ ടൈം ജോബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ അവിടെ നിന്നും എൻ്റെ ഒരു സെൽഫ് ജേർണിയിലേക്ക് ഞാൻ കടക്കുകയാണ്. സോ ഐ എം ആക്ച്വലി എ സർട്ടിഫൈഡ് ലൈഫ് കോച്ച് ആൻഡ് പ്രാക്ടീഷണർ റൈറ്റ് നൗ. So I help people to be better selves of them. Basically അവരുടെ തിങ്കിങ് അല്ലെങ്കിൽ തോട്ട് പ്രോസസ്സ് റീവയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സർട്ടിഫൈഡ് ലൈഫ് കോച്ച് ആൻഡ് പ്രാക്ടീഷണറാണ്. സോ ഇൻ കേസ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു തീരുമാനത്തിൽ നമ്മൾ സ്റ്റക്കായിട്ടുള്ള പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ലൈക്ക് നമ്മൾ ഫിറ്റ്നസ്സിന് വേണ്ടി ജിമ്മിൽ പോകുമ്പോൾ ഒരു കോച്ചിനെ അല്ലെങ്കിൽ ട്രെയിനറിനെ നോക്കില്ലേ, അതുപോലെ തന്നെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളിലും നമുക്കൊന്ന് മുന്നേറണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ തോട്ട് എന്നെ ബ്ലോക്ക് ചെയ്യുന്നത് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും യു ക്യാൻ ഹിറ്റ് മീ അപ്പ്. എൻ്റെ ഇൻസ്റ്റഗ്രാം RJ അലീസ എന്നാണ്. യു ക്യാൻ ഓൾവേസ് റീച്ച് ഔട്ട് ടു മീ. ഞാൻ എല്ലാ DMസും ചെക്ക് ചെയ്യാറുണ്ട്. സോ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. അതുകൂടാതെ തന്നെ സ്വന്തം ബിസിനസ്സുള്ള എത്ര പേരുണ്ട് ഇവിടെ? സ്വയം ബിസിനസ് ചെയ്യുന്നവരായിട്ടുള്ളവർ, ബിസിനസ് ഓൺടർപ്രണേഴ്സ് ആണോ? ഓൺടർപ്രണേഴ്സ്, യെസ്, ബിസിനസ് ഓണേഴ്സ്. നിങ്ങൾക്ക് ഗുണമുള്ളൊരു കാര്യം പറയണോ? കൈപോക്കിക്കോ. ഓക്കെ, HR പ്രൊഫഷനിൽ എത്ര പേരുണ്ട്? HR പ്രൊഫഷൻസ് കുറവാണ്. എൻജിനീയേഴ്സ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക, അല്ലേ? സോ എനി ഹൗ ഐ തിങ്ക് എൻജിനീയേഴ്സിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. എൻജിനീയറിങ് 4 വർഷം അല്ലെങ്കിൽ 5 വർഷമൊക്കെ പഠിച്ച് സപ്ലൈക്ക് എഴുതിയെടുത്ത് പഠിച്ച് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ദർ ഈസ് ഓൾവേസ് എ ടാലൻറ്റഡ് പേഴ്സൺ ബിഹൈൻഡ് എൻ എൻജിനീയർ. ബിക്കോസ് എൻജിനീയേഴ്സിന് പിന്നിൽ എന്നും ഒരു ഭയങ്കരമായ ടാലൻറ്റ് എപ്പോഴും ഒളിച്ചിരിക്കാറുണ്ട്. മാത്രമല്ല എൻജിനീയേഴ്സാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് പ്രൊഫഷനിലേക്കൊക്കെ ഇറങ്ങുന്ന ആൾക്കാരും ഞാൻ കണ്ടിട്ടുള്ളത്. സോ ഐ ഫീൽ ഏത് പ്രൊഫഷനാണെങ്കിലും നമുക്ക് നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യാനും നമുക്ക് നമ്മളുടെ തന്നെ ഒരു ബെറ്റർ സെൽഫ് ആവാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഒരിക്കലും യു ഷുഡ് നോട്ട് ലീവ് ഇറ്റ്. ഓക്കെ, അതിന് ഹെൽപ്പ് ചെയ്യാനായിട്ടും ഗൈഡ് ചെയ്യാനായിട്ടും I am going to be there as well, so you can always reach out to me. Thank you once again. Wishing MES Kuttipuram alumni all the very best from my side, and for everyone, Jihan and the entire 4 ടീമും ഗംഭീരമായിരുന്നു. ഇനി ഞാൻ കുറച്ച് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അതിനുശേഷം ഐ വിൽ ബി ടേക്കിംഗ് എ ലീവ് ഫ്രം ഹിയർ. ബാക്കി റെസ്റ്റ് ഓഫ് ദി ഇവന്റ്സ്, ഓൾ ദി ബെസ്റ്റ് ടു എവരിബഡി. താങ്ക് യു സോ മച്ച്. താങ്ക് യു അലീസ. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഇനിയും കുറച്ച് ടൈം വേണോ? ഓൾ ഡൺ. ശരി, അപ്പൊ നമുക്ക് അടുത്ത സമ്മാനം കൊടുക്കാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ എമിറേറ്റ്സ് ID, ലൈസൻസ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഇതെല്ലാം ഒന്ന് എടുത്ത് കയ്യിൽ വയ്ക്കുക. നമ്മളിത് ആക്ച്വലി ഇയർ 2025 നമ്മുടെ ആഘോഷം ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി നമ്മൾ അടുത്ത പ്രൈസ് കൊടുക്കുന്നത്, നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ ID അല്ലെങ്കിൽ ലൈസൻസ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡിൻ്റെ എൻഡിൽ, നിങ്ങളുടെ നമ്പറിൻ്റെ എൻഡിൽ 25 എന്ന് വരുന്ന ഒരാൾക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത്. ഈ 25-ന് മുമ്പ് വീണ്ടും ഒരു 25-ഓ 5-ഓ 2-ഓ ഉണ്ടെങ്കിൽ സമ്മാനം അയാളിലേക്ക് പോകും. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. വെറുതെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ലൈസൻസ്, ID ഇതിൻ്റെ നമ്പറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതിൽ 25 എൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം വന്ന സമ്മാനം തരാം. 25-ൽ എൻഡ് ചെയ്യുന്ന ഇയർ 2025 ആണ്. സോ 25 എൻഡ് ചെയ്യുന്ന 2025 ഉണ്ടെങ്കിൽ സമ്മാനം നിങ്ങൾക്ക് തന്നെ പോവുള്ളൂ. 2025 അങ്ങനെ എൻഡ് ചെയ്യുന്ന നമ്പർ ഉണ്ടെങ്കിൽ ആ ആൾക്ക് തന്നെയാണ് സമ്മാനം. ഇനി അതല്ലെങ്കിൽ 25 അതിനു മുമ്പ് വീണ്ടും 25 വരുന്നുണ്ടെങ്കിൽ സമ്മാനം അയാൾക്കും നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ എമിറേറ്റ്സ് ID, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് നോക്കുന്ന ആ സമയത്ത് ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താനുണ്ട്. ആസ്കോട്ട് ആൻഡ് ഫിച്ചിന്റെ ഹോട്ട് എയർ ബലൂൺ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അവർക്കൊരു ബാർകോഡ് ഉണ്ട്, അത് സ്കാൻ ചെയ്യാൻ മറക്കരുത്. ബാർകോഡും സ്കാനിങ് ചെയ്യണം. അത് ചെയ്താലേ ഈവൻ ഇഫ് യു ഗെറ്റ് ദ കൂപ്പൺസ്, ഈവൻ ഇഫ് യു ട്രൈ യുവർ ലക്ക് ടുഡേ, അത് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഹോട്ട് എയർ ബലൂൺ എക്സ്പീരിയൻസ് എടുക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മുടെ സ്പോൺസറിന്റെ ആ ഒരു സെക്ഷനിൽ അവൈലബിൾ ആണ്. ഗോ സ്കാൻ ദ ബാർകോഡ്. നമുക്ക് 25 നമ്പറുള്ള എമിറേറ്റ്സ് ID, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഒന്നുമില്ല. 25 ഉള്ള ആളുകൾ ഒന്ന് ഇവിടെ വന്ന് ബോധിപ്പിക്കുക. നമുക്കൊരു വിന്നർ ഉണ്ട്, വേഗം വന്നോ. വേറെ ആദ്യം വരുന്ന ആളുകൾ നിങ്ങൾ തപ്പിപ്പിടിച്ച് വരുമ്പോ 25 ഒരാൾ നമ്മൾ നോട്ട് ആദ്യം വന്ന ആള് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും ചോദിക്കുന്നത് 25-ന്
ഇനിയിപ്പോൾ 25 മാത്രമായിട്ട് വരണ്ട, ആദ്യം വന്ന ആളുണ്ട്. അതിന് മുമ്പ് എഗെയിൻ 25 അല്ലെങ്കിൽ 2 or 5 ഉണ്ടെങ്കിൽ സമ്മാനം നമ്മൾ അയാൾക്ക് കൊടുക്കും. 5 to 5 ഉണ്ട്. 5 to 5 ഉണ്ടോ? ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തേ. നെവിനൊക്കെ കണക്കറിയാവോ? 25 ഉണ്ട്, 25 ഉണ്ട്, 5 to 5 ഉണ്ട്. 5 to 5 ഉണ്ടോ? ഇവിടെ നിൽക്ക്. 5 to 5 ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ നോക്കട്ടെ 5 to 50 ഇല്ല. എൻഡ് വരണം. എന്ത് 5 to വരണം? 5 ഓക്കെ. 5 to 5 ഇല്ല, ഉണ്ട്. ഇതും ഇല്ല. ഇനി 2525 ഉണ്ടോ? ആ 2 അവസാനത്തെ 2 ഡിജിറ്റ് 25. അവസാനത്തെ 2 ഡിജിറ്റ് 25. രണ്ടെണ്ണത്തിലാണോ? ഇല്ല, അല്ല, 25 മാത്രമേ ഉള്ളൂ. 25 മാത്രമേ ഉള്ളൂ. അതിന്റെ 5 5 to 5 ഉണ്ട്. അപ്പൊ നമുക്ക് ആ ആൾക്ക് പരിഗണിക്കണം. താങ്ക് യു സോ മച്ച്. അല്ല, ഓൺലി 25 ഉള്ളൂ. ആ 5 to 5. അതിന് മുമ്പ് ഇനി 2 ഉണ്ടോ? നമ്മളിവിടെ വിന്നറാണ്. ഇപ്പോഴത്തെ നിലവിൽ നമ്മളാണ് വിന്നർ. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇനി ചോദിക്കണ്ടെന്ന് കൊടുക്കണോ? വേറെ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തോ, എല്ലാം ചെക്ക് ചെയ്തോ. ID, ലൈസൻസ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്. 5 to 5 ലാസ്റ്റ്. പുള്ളിയുടെ 5 to 5 വന്നുണ്ട്. 2525 ഉണ്ടെങ്കിൽ നമ്മൾ അയാൾക്ക് സമ്മാനം കൊടുക്കും. ഇനി നോക്കണ്ടെന്ന് ഉറപ്പല്ലേ? ഇക്കായാണോ? എന്നാ പിന്നെ വാ. ശരി, അപ്പൊ 5 to 5. ഈ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് പുള്ളിക്കാരുടെ കയ്യിൽ ഇരിക്കുമായിരുന്നു. എടി ഒന്ന് താടി നോക്കട്ടെ എന്ന് പറഞ്ഞ് മേടിച്ചോ. ശരി, കൊണ്ടുവയ്ക്കോ. ഒരു കൈയിട്ട് കൊടുത്തേ. 5 to 5 ഏത് ബാങ്കിന്റെ ആയിരുന്നു അത്? അത് പറയണ്ട, കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ശരി, ഇനി നമുക്ക് മെസ്ഫിലിന്റെ പെർഫോമൻസ് കാണാം. അത് കഴിഞ്ഞിട്ട് ബാക്കി ഗെയിമും സമ്മാനങ്ങളും. ഇനി അവരുടെ പെർഫോമൻസ് ആണ്. മെസ്ഫിൽ ഒരു ഗെയിമും കൂടെ കളിക്കണോ? ഇനി സമയം എടുക്കോ? ഇനി സമയം എടുക്കും. ഞാൻ വിചാരിച്ചു ഈ പെർഫോമൻസിന് സദ്യ കഴിക്കാൻ പോകുന്നു. നിങ്ങൾ നമ്മളെ വിടൂലല്ലേ? എന്നാ നമുക്കൊരു കാര്യം ചെയ്യേക്കാം. നമുക്ക് മറ്റേ ടങ് ട്വിസ്റ്റേഴ്സ് കൊടുക്കാം. ശരി, കുറെ നേരമായി നവീന 3 ടങ് ട്വിസ്റ്റർ രാവിലെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ എഴുതിയെടുത്തതാണ്. 2 ഗെയിം വേണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി കൊണ്ടുവന്നതാണ്. അതെ, ഇവിടെ വരുന്നതിന് മുന്നേ ഞാൻ എന്തെങ്കിലും പണിയെടുക്കട്ടെ. ഞാൻ മൈക്കായിട്ട് അവിടെ പോവാം. ഒരു ഗിഫ്റ്റ് കൂടി വേണം കേട്ടോ. ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. ടങ് ട്വിസ്റ്റർ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. എനിക്ക് തെറ്റിക്കാം, പക്ഷെ നിങ്ങൾക്ക് തെറ്റിക്കാൻ പാടില്ല. ഓക്കെ, എന്നാലേ സമ്മാനമുള്ളൂ. ദൈവമേ, ഇത് ഇനിയിപ്പോ ഞാൻ എങ്ങനെയാ പറയാ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സാധനമാണ് സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. ഫ്രഷ് ആണ്, വളരെ ഫ്രഷ് ആണ്. സമ്മാനം പിടിച്ചേ. ശരി, സമ്മാനം ഇവിടെ ഉണ്ട്. ഇത് ആര് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നേ? മുമ്പ് സമ്മാനം കിട്ടിയുള്ള ആൾക്കാർ. അതെ, അതായത് ഇത് അക്ഷരസ്ഫുടതയോടുകൂടി ടൈമർ ഉണ്ട്. ഏറ്റവും കൂടുതൽ തവണ പറയണ ആള്. അല്ല, ഏറ്റവും കൂടുതൽ തവണയാണ്. അതായത് തെറ്റാതെ ഏറ്റവും സ്പീഡില് ഏറ്റവും കൂടുതൽ തവണ. അതെ, മാക്സിമം നമുക്ക് നോക്കിയാൽ മതി. മാക്സിമം. കാര്യം MES കുറ്റിപ്പുറം ആയതുകൊണ്ട് ഇതൊക്കെ നേരത്തെ കളിച്ചിട്ടുണ്ടാവും. നമ്മള് ഇതിന് ജഡ്ജിന് ഫെലിസിറ്റേഷൻ ഒന്നുമില്ല. നിങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് പറയാം ബെറ്റർ ആരാണെന്ന്. ഒരു 4 പേര് നിന്നാൽ നമുക്ക് എല്ലാവരും മത്സരിപ്പിക്കുകയാണ്. ഒരു 2 പേരും കൂടെ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി 2 പേരുണ്ട്. 2 പേരോട് വരാമോ? ലേഡീസ് ആയാലും കുഴപ്പമില്ല. സൈക്കിൾ റാലി പോലൊരു നല്ല ലോറി റാലി. പക്ഷെ ഞാൻ പറയുന്ന പോലെ ഒന്നും പറയാൻ പറ്റത്തില്ല. സ്ഫുടതയോടെ വ്യക്തമായി. ശരി, 2 പേര്. നവീന പറഞ്ഞതാണ്. അപ്പൊ മത്സരിപ്പിക്കാം. മൊത്തം സൈലന്റ്. ഒന്ന് സൈലന്റ് ആവണേ. കറക്റ്റ് ആണോ നോക്കട്ടെ. പേര് പറഞ്ഞേ. ഷബീർ. പഠിച്ച ആളാണോ? പഠിച്ച ആളുടെ? അതെ, പഠിച്ച ഏത് ബാച്ചാ? 2009. ശരി, ഈ മൈക്ക് ഓക്കെ അല്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ടൈം കൊടുക്കണ്ടോ? മാക്സിമം സ്പീഡിൽ തെറ്റാതെ ക്ലിയർ ആയിട്ട് സമയം എടുക്കാതെ പറയാം. 3 പേര് റെഡി. ഓക്കെ, തുടങ്ങാം. പുള്ളി കേട്ടോ, ടൈം കൊടുക്കണ്ട. ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് നമുക്ക് നോക്കാം. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. അതാണ് പറയേണ്ടത്. പക്ഷെ ഇതല്ല സ്പീഡ്. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. 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 മതി. ആ ഒരു സ്പീഡ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പുള്ളി രാവിലെ ഇതാണെന്ന് തോന്നുന്നു കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ്. റെഡി, അടുത്ത ആള്. പോയാ? ഹലോ, മത്സരിക്കാൻ വന്നല്ലായിരുന്നോ? പുള്ളിയുടെ റാലി കണ്ടപ്പോ പുള്ളിക്കാരി പോയി. ഇങ്ങോട്ട് വാ, ഇത് കഴിഞ്ഞിട്ട് വാ. എന്തായാലും വന്നു പോട്ടെ. റെഡി. 2005 ITM. ഞാൻ വിചാരിച്ചേ ഈ റാലി 2005. ഏത് ബാച്ചാണ്? 2005. 2005 ബാച്ചാണ്. റെഡി, തുടങ്ങിയോ? ഉറക്കെ പറയണേ.
സൈക്കിൾ റാലി പോലൊരു ലോറി റാലി, 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 സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. അത് നിങ്ങൾ പറഞ്ഞോട്ടോ, ഞാനതാ കൺഫ്യൂസ്ഡ് ആണ്. ഇത്താ വാ, ഒരു സൈക്കിളെങ്കിലും ഓടിച്ചിട്ട് പോ. വാ, എന്തെങ്കിലും ഒന്ന് ഓടിച്ചേ പോവുള്ളൂ. റാലിയാണോ ഘോഷയാത്രയാണോ? ഇക്ക തള്ളി വിട്ടാണോ? ഇല്ല. അപ്പൊ പറഞ്ഞോ. റെഡി? പേര് നസ്രീൻ. നസ്രീൻ. ഓക്കെ. സൈക്കിൾ റാലി പോലെ ലോറി റാലി, 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 സൈക്കിൾ. കുഴപ്പമൊന്നുമില്ല, സ്പീഡൊക്കെ ഉണ്ടായിരുന്നു. ഇനി പറ, ഇനി ആരെങ്കിലും ഉണ്ടോ? നമുക്ക് ഈ നിങ്ങൾ കഴിച്ചിട്ട് വേണം ബസ് ഫീൽഡിലേക്ക് പോവാൻ. നിങ്ങൾ റെഡിയാണോ? ഞാൻ കുറെ നേരമായി സൈക്കിൾ ഉരുട്ടുന്നു. പ്ലീസ്. ആർക്ക് കൊടുക്കണം? ഞാൻ ഈ പുള്ളിക്ക് ഒന്ന് കൈയടിച്ച്, ഈ പുള്ളിയുടെ കൈയടി, ഈ പുള്ളിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കൈയടിച്ച്. ആര്? ഈ പുള്ളിക്ക് കൊടുക്കണം, കൈയടിച്ച്. അയൽവക്കാരാണോ? അത് ശരി. ഇത്ത പോയോ? ശരി, എന്നാ ഞാൻ ഇവിടെ കൊടുക്കട്ടെ. ആർക്ക് കൊടുക്കണം? ഒന്നൊന്ന് പറഞ്ഞേ. ചേടാ, ഇത് ഒന്നുകൂടി ഈ പുള്ളിക്കൊന്ന് കൈയടിച്ചേ. ഇനി ആ പുള്ളിക്കൊന്ന് കൈയടിച്ചേ. എന്നാ ഞാനെടുക്കാം. ഇതിപ്പോ ആർക്ക് കൊടുക്കണം? ഞാൻ ജഡ്ജിനെ വിളിക്കട്ടെ. ആരും ജഡ്ജായിട്ട് വിളിക്കണേ? ജഡ്ജാണോ? ആർക്കാ കൊടുക്കണ്ടേ? ആരത് അറിയാവോ? ഇക്ക പറ. ഇക്ക പറഞ്ഞ ഞാൻ തീരുമാനിക്കാം. പുള്ളിക്കാണ്. 2005 ബാച്ച് അല്ലല്ല, ഞാൻ 2008 MBA പാസ് ഔട്ട്. പുള്ളി 9 ആണല്ലോ. അപ്പൊ പുള്ളി റാഗ് ചെയ്തിട്ടുണ്ടല്ലോ. 2 സമ്മാനം ഉണ്ടോ? അതല്ല, മൈക്കല്ല ഇവിടുത്തെ വിഷയം. ശരി, പുള്ളിക്ക് കൊടുക്കാം. വീട്ടിലേക്ക് ഒരു സമ്മാനം കിട്ടിയത് കൊണ്ട് ഞാൻ തൽക്കാലം പുള്ളിക്ക് കൊടുക്കാം. എന്തായാലും കുഴപ്പമില്ല. അദ്ദേഹത്തിന് കൊടുക്കാം. ഒന്ന് കൈയടിച്ചേര്. അദ്ദേഹത്തിന് ഒന്ന് കൈയടിച്ചേര്. പുള്ളിക്ക് ഓൾറെഡി ഒരു ഗിഫ്റ്റ് കിട്ടിയത് കൊണ്ട് പുള്ളി ഒരാണ് അദ്ദേഹത്തിന് കൊടുത്തത്. താങ്ക് യു സോ മച്ച്. നവീനെ എനിക്കൊന്ന് കാണാൻ കേട്ടോ, ഈ മാതിരി ഗെയിമായിട്ട് ഇനി എന്നെ. താങ്ക് യു സോ മച്ച്. ശരി, ഞാൻ